ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എവിടുന്നോ കേട്ട് ഒരു നല്ല മുദ്രാവാക്യമായിട്ട് എനിക്ക് തോന്നി, ഇൻക്ലാബ് സിന്ദാബാദ്. ഞാൻ കിടങ്ങൂര് വായനശാല സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട് വരെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഈ സ്കൂളിൽ ചെന്നപ്പം സ്കൂളിൻ്റെ അധ്യാപകൻ, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, അദ്ദേഹം എൻ്റെ പിതാവിനെയും പഠിപ്പിച്ച ആളായിരുന്നു. ഉണ്ടക്കൽ മാധവൻ ശാന്തി എന്ന് പറയും, അദ്ദേഹത്തെയും പഠിപ്പിച്ച ആളായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു, നീ ഇന്നലെ എന്ത് വിളിച്ചോണ്ടാ പോയെന്ന് ചോദിച്ചു. എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ വിളിച്ചതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും വിളിച്ചതല്ല, എവിടുന്നോ കേട്ട് ഇങ്ങനെ ഇൻക്ലാബ് സിന്ദാബാദ്. അത് നല്ല രസകരമായി പയ്യനായിരുന്ന എനിക്ക് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അതാണ് ഞാൻ വിളിച്ചത്. എനിക്കിട്ട് ഒരു ഡസൺ അടി അടിച്ചു സൂര്യന്. കാരണം അന്ന് സാർ അടിച്ചതിന് കുറ്റപ്പറയാൻ പറ്റുകയില്ല. പിന്നീട് പാർട്ടിയുടെ ചരിത്രമൊക്കെ പഠിച്ചപ്പോഴാണ്, അന്ന് പാർട്ടിയെ നിരോധിച്ചിരിക്കുമ്പോഴാണ് ഞാനങ്ങനെ അന്ന് മുദ്രാവാക്യം വിളിച്ച് ഇൻക്ലാബ് വിളിച്ചാൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും പോയി അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മർദ്ദിച്ച് ശരിയാക്കുന്ന നിലയാണ് അന്ന് പാർട്ടിയെ നിരോധിച്ചിരിക്കുക, നിയമവിരുദ്ധമാണ്. എനിക്കതൊന്നും അറിയില്ല. ഒരു ഇമ്പം തോന്നി, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയല്ല ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചത്.